നമസ്കാരം. പുതിയൊരു മാസം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇടവ മാസത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇടവ മാസവുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ഇവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങളും പ്രത്യേകിച്ചും ഈ ഇടവമാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഈ വന്നു ചേരേണ്ട ദോഷഫലങ്ങൾ തീർച്ചയായും ഇവർക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാരണം ഇവർ പരമശിവനെ അഭയം പ്രാപിക്കുന്നതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഏതെല്ലാം നക്ഷത്രക്കാരാണ് പരമശിവനിൽ അഭയം പ്രാപിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ചെയ്യണം, ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം ഇടവമാസം അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. കാരണം വ്യാഴവും ആദിത്യനും ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അകാരണമായോ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കാതിരിക്കുക, സമയത്ത് കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാതിരിക്കുക, ലോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുക, കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ തർക്കങ്ങൾ വന്നു ചേരുക, ജോലി ലഭിക്കുവാൻ വൈകുക, ധനപരമായ പല പ്രശ്നങ്ങൾ വന്നു ചേരുക, കൂടാതെ ദുർവ്യയം വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ വന്ന് സംഭവിക്കാവുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്കും അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുന്ന സമയം. അതിനാൽ തന്നെ ഇവർ പരമശിവനെ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോവുക. നിത്യവും പരമശിവനെ ഇവർ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. തിങ്കളാഴ്ച ദിവസം വെളുത്ത പുഷ്പം സമർപ്പിക്കുന്നതും മറ്റു ദിവസങ്ങളിലും ഇത്തരത്തിൽ വെളുത്ത പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും അതോടൊപ്പം മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കുന്നതും ശുഭകരമാണ്. നിത്യവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം നിത്യവും അണിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പുറത്തേക്ക് പോകുന്നത് അപകടങ്ങളെ ചെറുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭകരമാണ്. ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ദോഷകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. വ്യാഴവും ആദിത്യനും 12-ലാകയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുക ദുഷ്കരമാണ്. ഔദ്യോഗിക ജീവിതത്തിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ വന്നു ചേരുകയും ധനപരമായ തടസ്സങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. ദീർഘമായ യാത്രകൾക്ക് തടസ്സങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വസ്തു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം. വിധിയിൽ അല്പം നേട്ടങ്ങൾ കുറയുന്ന സമയമാണ്. ഈ സമയം പല രീതിയിലുള്ള തർക്കങ്ങൾ കുടുംബാംഗങ്ങൾക്കിടയിലും പുറത്തും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിച്ച രീതിയിൽ ധനം കൈകളിലേക്ക് വന്നു ചേരണം എന്നില്ല. അംഗീകാരങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൈകളിലേക്ക് വന്നു ചേരണം എന്നില്ല. കൂടാതെ അപകട സാധ്യത വർദ്ധിക്കുന്ന സമയമാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നീണ്ടുപോകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. തിങ്കളാഴ്ച ദിവസം പരമശിവന് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മറ്റ് ദിവസങ്ങളിൽ സമർപ്പിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പരമശിവനെ നിത്യവും ആരാധിക്കുന്നതിനോടൊപ്പം പഞ്ചാക്ഷരി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും നിത്യവും ജപിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നത് തടയുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. ചിലരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഒരുപാട് യാത്രകൾ ചെയ്യുകയും യാത്രയുമായി ബന്ധപ്പെട്ട് അലച്ചിൽ വന്നു ചേരുകയും ചെയ്യാം. അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ധനം കൈകളിലേക്ക് വന്നു ചേരണം എന്നില്ല. ചതി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ വന്നു ചേരാം. ധനപരമായ പ്രശ്നങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരാവുന്നതാകുന്നു.
ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല, തടസ്സങ്ങൾ വന്നു ചേരും. അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതിനാൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ദോഷഫലങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. നിത്യവും ദർശനം നടത്തുക. സാധിക്കാത്തവർ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുകയും വെളുത്ത പുഷ്പം പരമശിവനെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതും ശുഭകരമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രത്യേകമായും മഹാമൃത്യുഞ്ജയ മന്ത്രവും അതേപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുക. അതോടൊപ്പം ധാരയും പിൻവിളക്കും കൂടി നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ഈ സമയം അത്ര അനുകൂലമല്ല സമയം. കാരണം ജന്മനക്ഷത്രാധിപനായ ശുക്രൻ ഇടവമാസം മുഴുവൻ മൗഢ്യത്തിലാണ്. കൂടാതെ ഇടവം ആദ്യ ആഴ്ച സ്വക്ഷേത്രമായ ഇടവം രാശിയിൽ പ്രവേശിക്കുന്നതുമുണ്ട്. അതിനാൽ തന്നെ ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നിരുന്നാൽ പോലും ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും തടസ്സങ്ങളാൽ നീങ്ങിപ്പോകുന്നതായ അവസ്ഥ വന്നു ചേരാം. തൊഴിൽപരമായ തടസ്സങ്ങൾ വന്നു ചേരാം. ധനം പ്രതീക്ഷിച്ചതുപോലെ കൈകളിലേക്ക് വന്ന് ചേരണം എന്നില്ല. കൂടാതെ ഈ സമയം മാനസികപരമായ ക്ലേശങ്ങൾ വന്നു ചേരുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെയും വരാം. ബിസിനസ് പരമായും തൊഴിൽപരമായും നഷ്ടങ്ങൾ വന്നു ചേരാം. ധനം കടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. തിരികെ ലഭിക്കണം എന്നില്ല. പ്രതീക്ഷിച്ച സമയത്ത് പോലും ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ഈ സമയം ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. അപകട സാധ്യത വർദ്ധിക്കുന്ന സമയമാകുന്നു. തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും നിത്യവും ഭഗവാനെ ആരാധിച്ച് പഞ്ചാക്ഷരി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും ജപിക്കുക. ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം അണിഞ്ഞ് പുറത്തേക്ക് പോവുക. കൂടാതെ വെള്ള പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. ഈ സമയം ആത്മസംഘർഷത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ സാധിക്കാതെ വരാം. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും. ഉന്മേഷം നഷ്ടപ്പെടുന്നതായ അവസ്ഥയാണ് ഉണ്ടാവുക. അനുകൂലമായ കാര്യങ്ങൾ തടസ്സങ്ങളാൽ വഴിമാറിപ്പോകുന്ന അവസ്ഥ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാൻ സാധിക്കാത്തതായ അവസ്ഥയും വന്ന് ചേരാവുന്നതാണ്. ഈ സമയം ദാമ്പത്യ സുഖം അല്പം കുറയുന്നതാകുന്നു. കൂടാതെ ഈ സമയം കച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അറിയാത്ത വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയും അത് ദോഷമായി ഭവിക്കുകയും ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. കടബാധ്യതകൾ ഉള്ളവർക്ക് അല്പം പ്രശ്നങ്ങൾ വന്നു ചേരാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈ സമയം പ്രത്യേകിച്ചും അപകട സാധ്യത ഒഴിവാക്കുവാനും ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിക്കുവാനും പരമശിവനെ പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. നിത്യവും പരമശിവനെ ആരാധിക്കുക. വെളുത്ത പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷരി മന്ത്രവും മൃത്യുഞ്ജയ മന്ത്രവും ജപിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ നിന്നും ഭസ്മം കൊണ്ടുവന്ന് നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും ശുഭകരമാണ്. അപകടങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. കാരണം കാര്യങ്ങൾ ആലോചിക്കാതെ ചെയ്യുന്നതിനാൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ പ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടാം. കർമ്മരംഗത്ത് തടസ്സങ്ങൾ വന്നു ചേരാം. അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കണം എന്നില്ല. കൂടാതെ ഈ സമയം ക്ഷമ പരീക്ഷിക്കപ്പെടുന്നതാണ്. ക്ഷോഭം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും തർക്കങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ, അമിതമായ ചെലവിനാൽ ധനം നഷ്ടമാകുന്ന അവസ്ഥ വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമല്ല എന്ന് തന്നെ പറയാം. അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഈ സമയം തന്നെയാണ് ഇത്. അതിനാൽ തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതും ശുഭകരമാണ്.
കൂടാതെ ഈ സമയം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും കൂടാതെ മൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നതും ഉത്തമമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. കൂടാതെ ഈ സമയം ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതിലൂടെ അപകടങ്ങളെ ചെറുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ദോഷകരമാണ് സമയം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ്. കാര്യങ്ങൾ അനുകൂലമല്ല എന്ന് തന്നെ പറയാം. ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം. ഈ സമയം നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. നക്ഷത്രത്തിൽ രാഹുവും മാസത്തിന്റെ തുടക്കത്തിൽ ചൊവ്വയും തുടരുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരില്ല എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം കരാറുപണികളുമായി ബന്ധപ്പെട്ട് ദോഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമല്ലാത്ത ഫലങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ വന്നു ചേരാം. അതിനാൽ ശുഭകരമായ കാര്യങ്ങൾ നടക്കണം എന്നില്ല. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും അല്പം നീണ്ടുപോകാം. കൂടാതെ കുടുംബാന്തരീക്ഷവും അല്പം ദോഷകരമായി ഭവിക്കാം. തർക്കങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ക്ഷോഭം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം ആലസ്യം പിടികൂടുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ഒരു കാര്യവും ചെയ്യുവാൻ സാധിക്കാതെ വരാം. ധനനഷ്ടം, മാനഹാനി എന്നിവയ്ക്കും സാധ്യത കൂടുതലാണ്. അപകട സാധ്യതകളുമുണ്ട്. അതിനാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഒഴിവാക്കുവാൻ പരമശിവനെ അഭയം പ്രാപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. ധാരയും പിൻവിളക്കും നടത്തുക. ശിവക്ഷേത്രത്തിൽ നിന്നും ഭസ്മം കൊണ്ടുവരികയും നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ശുഭകരമാണ്. കൂടാതെ നിത്യവും പരമേശ്വരനെ ആരാധിക്കുകയും പഞ്ചാക്ഷരി മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും വെള്ളപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. തടസ്സങ്ങൾ ഒഴിയുകയും അപകട സാധ്യത ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരവുമാണ്. തീർച്ചയായും ഈ പരിഹാരങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. വാക്കിലും പ്രവൃത്തിയിലും വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.